ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ഉലർത്തിയതാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉലർത്തിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3/4 കിലോ ചെമ്മീന് അതിൻ്റെ നടുവിലുള്ള അഴുക്കൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഒരു മീൻ ചട്ടിയിലേക്ക് എടുത്ത് വച്ചിരിക്കുകയാണ്. ഈ മീൻ കറിയൊക്കെ മീൻ ചട്ടിയിൽ വെക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ പീസ് കുടംപുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും ചെമ്മീന് വേണ്ടിയിട്ട് നമുക്ക് 1 പീസ് കുടംപുളി മതിയാവും. പുളി കൂടിയാലും ഈ ഉലർത്തിയത് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. എല്ലാം പാകത്തിനുണ്ടായാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് പുളിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതും കൂട്ടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ച് തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം. എന്നാലേ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉലർത്തിയതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ചെമ്മീനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ ചെറിയ ചെമ്മീനാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഇനി ഇത് ഈ മീൻ ചട്ടി മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇതിവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്കിത് ഉലർത്തിയെടുക്കാനുള്ള മസാലയ്ക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാളയും ഒരു ചെറിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇതുപോലെ കുറച്ച് വലിയൊരു പീസ് ഇഞ്ചിയും വേണം. ഞാനിവിടെ ഒരു വലിയ ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 10-25 അല്ലി വരും ഈ വെളുത്തുള്ളി അല്ലി. ഇത് ഇത്രയാണ് ഇതിന് വേണ്ടത്. ഇനി ഈ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇവിടെ ഞാൻ സവാളയെല്ലാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ അല്ലിയായിട്ട് വിടർത്തിയെടുക്കണം. അത് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സവാള വഴറ്റിയെടുക്കാൻ പറ്റും. കണ്ടോ, എല്ലാം നല്ല സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി മാത്രം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. ചെറുതൊക്കെ അതുപോലെ കിടന്നാലും പ്രശ്നമില്ല. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ പ്രോൺസ് ഇവിടെ എല്ലാം വെള്ളം എല്ലാം വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ, എല്ലാം പാകത്തിന് വെള്ളം എല്ലാം വറ്റി മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഈ ഇരിക്കുന്ന പുളി എടുത്ത് മാറ്റാം. ഇനി ഈ പുളി നമ്മൾ യൂസ് ചെയ്യത്തില്ല. ഇനി പുളി നമ്മൾ ഇതിൽ കിടന്നു കഴിഞ്ഞാൽ ഈ ഉലർത്തിയത് വല്ലാതെ കയ്പ്പ് രസം ഉണ്ടാവും. അങ്ങനെ വരാതിരിക്കാനാണ് പുളി നമ്മൾ ഇതിൽ നിന്ന് മാറ്റുന്നത്. ഇനി ഇത് പ്രോൺസ് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെയാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. മീൻ വേവിച്ച അതേ മീൻ ചട്ടിയാണ് ഞാൻ വാഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഉലർത്തിയത് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഇത് നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഉലുവപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കേണ്ടത്. സവാള കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉള്ളി വഴണ്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ ഒരു 5-6 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ.
ഇനി ഈ സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ വേവിച്ചെടുത്തപ്പോഴേക്ക് ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അതുകൊണ്ട് ഇതിലേക്ക് ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കേണ്ടത്. സവാള ഇവിടെ നല്ലതുപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. കാരണം ഇതെല്ലാം വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുത്തതും പിന്നെ പ്രോൺസ് ആയത് കാരണം നല്ലൊരു മണമാണ് വരുന്നത്. നമ്മൾ ചെമ്മീൻ ചേർത്ത ശേഷം ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. എരിവും ഉപ്പും പുളിയും എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെമ്മീൻ ഉലർത്തിയത് ഇവിടെ തയ്യാറായി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.